എടുത്തിട്ട് 30-40 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കാം. 40 മിനിറ്റ് കൊണ്ട് എന്തായാലും ബേക്കായിട്ടുണ്ടാവും. 30-35 മിനിറ്റ് മതിയാവും. പിന്നെ അപ്പോൾ ഇത് മേലെ തൊട്ട് നോക്കിയാൽ നമുക്ക് കയ്യിലൊന്നും ഒട്ടി പൊന്നില്ല വെച്ചാൽ അത് ബേക്കായിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ കത്തിക്കൊണ്ടിങ്ങനെ സൈഡൊക്കെ ഒന്ന് വിടിവിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയത്. അതിന് മേലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിന് കമിഴ്ത്തി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ കാരമൽ പുഡിങ് റെഡി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പുഡിങ്ങാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഓവൺ ഇല്ലെങ്കിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ. ഇത് പാത്രത്തിൽ വെള്ളം, ഒരു ഇഡ്ഡലി ചെമ്പിലൊക്കെ വെള്ളം വെച്ചിട്ട് അതിലൊരു ട്രേ വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് വെച്ച് അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ഫോയിലിംഗ് പേപ്പർ കൊണ്ട് ആ പാത്രം ഒന്ന് കവർ ചെയ്തതിന് ശേഷം പാത്രം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താലും ആവി കയറ്റിയെടുത്ത് വേവിച്ചെടുക്കുക. അങ്ങനെ ചെയ്താലും മതി. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. താങ്ക് യു ഫോർ വാച്ചിങ്.